അതിൻ്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫീഖേകല്ലാ, ഭാഗ്യം നൽകല്ലാ. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗിൽ ഒരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ അത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ണിമോളെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ ഇടിയിപ്പിച്ചതാണ്. എനിക്കങ്ങനെ അതൊന്നും ഇടാനൊന്നും അറിയില്ല കേട്ടോ സംഭവം. അപ്പോൾ ഉണ്ണിമോൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ ഇത്ര ക്ലിയറും കാര്യങ്ങളൊക്കെ ഇട്ട്. ഞാൻ മീനാൻ്റെ അനിയത്തിൻ്റെ ഫോണിലാണ് കേട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ക്ലിയറിലും കാര്യങ്ങളൊക്കെ കിട്ടണത്. അപ്പോൾ ഇന്ന് എന്തായാലും സാമ്പാർ ഉണ്ടാക്കാമെന്ന് പറയേണ്ടത്. ആ പടയലങ്ങ കിട്ടിയിട്ടുണ്ട്, വെണ്ടക്ക പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, തക്കാളി, പച്ചമുളക് അതൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പറമ്പിൽ നിന്ന് പിന്നെ മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് സാമ്പാർ വെക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സാമ്പാറും ഉണക്കലും നമ്മളെ പടവലങ്ങ ഒരു മെഴുക്ക് പുരട്ടി പോലെ അതും വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയായി. അതിനിടയ്ക്ക് നമ്മളെ റബിമോന് ഇതാ കൈപ്പൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്യുന്നതൊക്കെ ചെയ്യല്ല. അപ്പോൾ അതിനൊക്കെ ഒന്ന് കവർ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ റബി ഇതാ അതൊക്കെ കയറിയിട്ട് അതൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ മീനിനെക്കാട്ടൊക്കെ എത്രയോ ഒരു ഇടയ്ക്കൊക്കെ നമ്മൾ സാമ്പാറും ചോറൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അതൊരു രസമാണ് സാമ്പാറൊക്കെ അല്ലേ. പിന്നെ ഇവിടുത്തെ പച്ചക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ വളവും കാര്യങ്ങളൊന്നും ഇടണില്ലല്ലോ. അതുകൊണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണക്കാട്ടൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ വഴുതനങ്ങയൊക്കെ ഇവിടുന്ന് പൊട്ടിച്ചാട്ടോ, വെണ്ടക്ക വഴുതന. അതിൽ വാങ്ങിയത് ഇപ്പോൾ പരിപ്പും ഉരുളക്കിഴങ്ങും മാത്രം പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി പച്ചക്കറികളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മുരിങ്ങയില ആദ്യം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ ഒരു താത്താക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ അത് ഫ്രിഡ്ജ് വെച്ച് ഇപ്പോൾ ഇന്ന് ഇതൊക്കെ ഉള്ളപ്പോൾ ഇനി മുരിങ്ങയിലും കൂടി വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്. റബിമോന് ഇതാ പുളിയുറുമ്പ് നല്ല ഉണ്ട് കേട്ടോ. അപ്പോൾ ഓനെ അതൊക്കെ നോക്കിയിട്ട് ഇതാ കൈപ്പൊക്കെ ഇതിങ്ങനെ കവറിങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓനിപ്പോൾ കമ്പ്യൂട്ടറിന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓനൊരു 10:30 ആകുമ്പോൾ കമ്പ്യൂട്ടറിന് പോയാൽ പിന്നെ വൈകുന്നേരമൊക്കെ ആയിട്ടേ അവൻ തിരിച്ച് വരുള്ളൂ. അപ്പോൾ ഓനെ കൊണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ ഞങ്ങളിതാ പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജ്യൂസ് അടിക്കാനുള്ള റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അനിയത്തി. അപ്പോൾ അത് ഉമ്മ റബിമോന് ഞാൻ അതിൻ്റെ മേലെ നിന്ന് വീഴണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ റബിമോനെ തന്നെ. പിന്നെ ഞങ്ങൾ പഴുത്ത മാങ്ങ പറക്കാം. ഇവിടെ നല്ല മുട്ടിക്കുടിയ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പറക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലേ, നമ്മൾ മഴ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല സന്തോഷമാണ്. നല്ല മാങ്ങയും നല്ല എന്താ പറയുക നമ്മളെ ഞാവലും പഴവും ഇതൊക്കെ കിട്ടുമല്ലോ നമുക്ക് വീണിട്ട്. ഇപ്പോഴത്തെ മക്കൾ അതൊന്നും അങ്ങനെ തിന്നൂല കേട്ടോ. നമ്മൾ റൊട്ടി മാങ്ങയും ഞാവലും പഴം അതൊന്നും തിന്നൂല കേട്ടോ. തിന്നാൽ ഇപ്പോൾ നമ്മൾ സമ്മതിക്കൂല അതൊന്നും എടുക്കണ്ട അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. പണ്ട് നമ്മൾ അതൊക്കെ തിന്നാൽ നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാ ചിട്ടയോടും കൂടിയിട്ട് മക്കളെ വളർത്തുമ്പോൾ എന്താ മക്കൾക്കില്ലാത്ത അസുഖങ്ങളും ഇല്ലല്ലേ. മറ്റേ നമ്മൾ മഴ പെയ്യുമ്പോൾ ചളിയിൽ കളിക്കും മണ്ണിൽ കളിക്കും, എന്നാലും നമ്മളെ കുട്ടികൾക്ക് അങ്ങനത്തെ അസുഖങ്ങളും എന്താ പറയുക ചൊറി അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഉണ്ടായി. അപ്പോൾ റബി അതൊക്കെ റെഡിയാക്കിയിട്ടാണ്. കൈപ്പൊക്കെ കവറൊക്കെ കെട്ടിയിട്ട് ഓനൊക്കെ സെറ്റാക്കിയിട്ട് ഓൻ്റെ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് ഓൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ്. പിന്നെ ഉമ്മ അടുക്കളയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവൾക്ക് അനിയത്തിക്ക് അടുക്കളയിലത്തെ പണി അത്രയ്ക്ക് ഉണ്ടായിരുന്നു. രാവിലത്തെ ദോശയും കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ മുറ്റത്ത് ഇറങ്ങി കേട്ടോ. അന്ന് മുറ്റത്ത് അവൾക്ക് ഒരുപാട് പണികളുണ്ടായിരുന്നു കേട്ടോ. പുല്ല് പറിക്കലും അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയിൽ ഉമ്മ നിന്ന് പിന്നെ അടിച്ചു വരാനും തുടക്കാനൊക്കെ ഞാൻ നിന്നിട്ടാ. അപ്പോൾ ഉമ്മക്ക് സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഞാനൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളുള്ളപ്പോഴല്ലേ ഓൾക്കൊരു പണിയൊക്കെ കുറച്ച് കുറവ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ എൻ്റെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കയറിക്കും. അപ്പോൾ പിന്നെ നേരത്തെ നമുക്ക് ചോറും ഒക്കെ തിന്നിട്ട് ഇതായിട്ട് കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞേക്കാം. അങ്ങനെ ഞങ്ങൾ 12:30 ആകുമ്പോൾ ഞങ്ങൾ ചോറും കാര്യമൊക്കെ കഴിഞ്ഞാൽ ആരും പുളി നനയും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് 12:30 ഞങ്ങൾ ചോറ് തിന്നിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ കാലത്ത് എല്ലാവരും ഒരുമിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേത് അവളെ മുറ്റത്തുള്ള പണി കഴിഞ്ഞാൽ തന്നെ ഒറ്റക്കാകുമ്പോൾ കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഒറ്റക്കാകുമ്പോൾ എല്ലാ പണിയും ഓൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ഉള്ളുമ്പോൾ ഒന്ന് കണ്ടറിയണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവള് പറയണ്ട ഈ എല്ലാ പണി ഇങ്ങനെ ചെയ്യണ്ട, എനിക്കാണെങ്കിൽ ഒക്കെ സ്പീഡിൽ കഴിയും വേണം. അപ്പോൾ ഞാൻ വന്നാൽ പിന്നെ ഓളെ പണി കൂടി സ്പീഡിൽ കഴിക്കൂടെ ധൃതി കൂട്ടിയിട്ട്. ഇത് മുരിങ്ങയില പൊട്ടിക്കണം ഞങ്ങൾക്കുള്ളത് രാവിലെ നേരത്തെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ അവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അപ്പുറത്തെ താത്ത വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മുരിങ്ങയില പൊട്ടിക്കുന്നത് കേട്ടോ. പിന്നെ നല്ല
നല്ല മെക്സിക്കൻ ചീര നിൽക്കുന്നുണ്ട്, നല്ല തള്ളിയിലല്ല നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവളോട് പറയണേ നാളെ നമുക്ക് മെക്സിക്കൻ ചീരൊക്കെ പൊട്ടിക്കാന്ന് പറയട്ടെ. ഈ മെക്സിക്കോ ചീരല്ലേ നല്ല ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനം ഉണ്ട് നമ്മളെ ഈ ഒരു സാധനം. പക്ഷെ ആർക്കും അത് ഒരു വില ഇല്ലാത്തൊരു സാധനം ഉണ്ടാവും. മുറ്റത്തെ മുല്ലക്ക് മണം ഇല്ലാന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുറ്റത്തുണ്ടാവുന്ന സാധനങ്ങൾക്കൊന്നും നമുക്ക് ഒരു കൃത്യമായ ഒരു വില ഉണ്ടല്ല. അത് നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അതിന് നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല ഗുണം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഉണ്ണുണ്ണിയാണ് ഈ വീഡിയോസ് എടുക്കുന്നത്. അതാണ് ഇടയ്ക്ക് ഉണ്ണിയുടെ കാലും ചെരുപ്പൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കോഴിനെ തീറ്റ കൊടുക്കണം കാര്യങ്ങളൊക്കെ അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു ഭാഗത്ത്. അപ്പോൾ മുരിങ്ങക്കായൊക്കെ ഉണങ്ങി നിൽക്കണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയണത് വിത്തിന് വേണ്ടി വെച്ചതാണ് മുത്തു എന്ന് പറഞ്ഞിരുന്നില്ല. അപ്പം ഇങ്ങനെ ഉണങ്ങിയ ഈ നമ്മളെ വീട്ടിലുണ്ടാവുന്ന മുരിങ്ങക്കായ നല്ല ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വിത്താക്കിയിട്ടുണ്ടെങ്കിൽ മുരിങ്ങൻ്റെ ചെടി തന്നെ നമുക്ക് മുളച്ചെടുക്കട്ടെ. അങ്ങനെ ഉണ്ടോളെ ഈ ഒരു മുരിങ്ങയുടെ ഇത് നട്ടിട്ടുണ്ടായിരുന്നത്, വിത്ത് കുഴിച്ചിട്ടതാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മളുടെ ചോറിനുള്ള വെള്ളമൊക്കെ ഞാൻ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചോറ് തിന്നാനായിട്ട് കേട്ടോ. പിന്നെ അവളുടെ കോഴിയുടെ പണിയും താറാവിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവളെ കുളി നനയൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ എനിക്ക് വീഡിയോ ഇടാനും എടുക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇവരും അപ്പം നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് തോലൊക്കെ ചെത്തി കൊടുത്ത് അവളതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് ഇത് നല്ല മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാമല്ലോ, ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമ്മളെ പണികളൊക്കെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ മാത്രം കുളിക്കാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ നല്ല പഴുത്ത മാങ്ങ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നമ്മൾ കൊത്തിയതൊന്നും എടുക്കലില്ല, ചിലതൊക്കെ കിളി കൊത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുക്കലില്ല. അപ്പോൾ നല്ല ഫ്രഷ് കിട്ടിയതാട്ടോ. അപ്പം ഞാൻ അങ്ങനെ തോല് ചെത്തി കൊടുത്തിട്ട് അവളതിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വലിയ കത്തി എടുത്തിട്ടാണ് അരിയണത്. അതിൻ്റെ ഇടയ്ക്ക് ചിലതൊക്കെ പിളിയായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും ജ്യൂസ് അടിക്കാനുള്ളതാണ്, ഇതിപ്പോൾ തന്നെ ജ്യൂസ് ആയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പഴയ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. മാങ്ങ വറക്കാൻ പോയതും നമ്മൾ ഞാവൽപ്പഴം വറക്കാൻ പോയ കഥയും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ ഒരു വൈബായിരുന്നില്ലേ, അങ്ങനെയൊക്കെ ഒരു രസമായിരുന്നു അതൊക്കെ. അതേമാതിരി മുല്ലപ്പൂ ഉണ്ടാവുന്ന കാലത്ത് നമ്മളെല്ലാ വീട്ടിലേക്കും എത്ര ദൂരത്താണെങ്കിലും വേണ്ടിയില്ല പോയിട്ട് മുല്ലപ്പൂ പറക്കി കൊണ്ടുവരും കേട്ടോ. ഇന്ന് സ്കൂളിലേക്ക് പോണ സമയത്ത് അതൊക്കെ മാല കോർത്ത് 2 ഭാഗത്ത് മുടിയൊക്കെ കെട്ടിയിട്ട് ആ മുല്ലപ്പൊക്കെ വെച്ച് പോകുമ്പോൾ അതൊരു രസമാണ് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മളൊന്ന് പോയിട്ട് അപ്പുറത്തെ എവിടെയെങ്കിലും പോയിട്ട് മുല്ലപ്പൂ ഒന്ന് പറക്കി വരാൻ പറഞ്ഞു നോക്ക്, അവർക്ക് ഭയങ്കര നാണക്കേടും ചമ്മലൊക്കെ ആവും. പക്ഷെ നമ്മളൊക്കെ എല്ലാ വീട്ടിലും ചെന്നിട്ട് ഞാനൊക്കെ എൻ്റെ അനിയത്തൊക്കെ കുറേ വീട്ടിൽ പോയി ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മുല്ലപ്പൂ പറക്കട്ടെ കുറേ ദൂരത്ത് പോയിട്ട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഇങ്ങനെ മുല്ലപ്പൊക്കെ വെച്ച് വരുമ്പോൾ നമുക്ക് കൊതിയല്ലേ. അതുകൊണ്ട് മുല്ലപ്പ് എവിടെയാണുള്ളത് അത് രാവിലെ നേരത്തെ മദ്രസ പോണക്കാട്ടി മുന്നേ നേരത്തെ പോയിട്ട് പറക്കി കൊടുത്തിട്ടൊക്കെ മാലാക്കി കോർത്തിട്ട് ഞങ്ങൾ രണ്ടാളും അങ്ങനെ വെച്ച് പോക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു രസമാണ്. ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞല്ലേ മൊബൈൽ TV അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അവരാണ്ട് ഒതുങ്ങും. അവരപ്പോൾ ചുറ്റുഭാഗത്തുള്ള കാര്യങ്ങളോ മനുഷ്യന്മാരോട് ഇടപഴകാനുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. പണ്ട് നമ്മൾ പറഞ്ഞ അടുത്ത വീട്ടിൽ കളിക്കാൻ പോവും, അവരായിട്ട് അടുത്ത വീട്ടിലത്തെ കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാൻ പോകും. അതൊക്കെ ഒരു രസമായിരുന്നു അല്ലേ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ ഒരുവിധ രക്ഷിതാക്കളൊന്നും കുട്ടികളെ എവിടെ പുറത്ത് വിടൂല്ല. ഇപ്പോൾ പലതും കേൾക്കണല്ലേ. ഇപ്പോൾ നമ്മൾ പെൺകുട്ടികൾ, ഇപ്പോൾ നമുക്കൊരു പെൺകുട്ടീനെ ഒരു 10 വയസ്സായ പെൺകുട്ടീനെ നമ്മൾ അടുത്ത വീട്ടിലും അവിടെ ഇവിടെയൊക്കെ പറഞ്ഞേക്കുമ്പോൾ നമുക്ക് പേടിയാണ് ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ. പണ്ട് പറഞ്ഞാൽ നമുക്ക് എവിടെയും ധൈര്യത്തിൽ നമുക്ക് പോവാം, നമുക്ക് കളിക്കാം, അതൊന്നും നമുക്കൊരു പേടി ഉണ്ടായിരുന്നില്ല അല്ലേ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അത് ഈ കാലത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയും. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ മാങ്ങ മുറിക്കണതിൻ്റെ ഇടയിൽ അതും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെറുപ്പത്തിലത്തെ കാര്യങ്ങൾ ഇതൊക്കെ പറയണ്ട. പിന്നെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേറെ അടുത്ത വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടി കളിക്കാൻ പോകും, കല്ല് കളിക്കും, ഒപ്പന കളിക്കും. പിന്നെ എന്താ പറയുക, ഞായറാഴ്ച ദിവസമൊക്കെ ഞങ്ങളവിടെ കോളം ഉണ്ടായിരുന്നു കേട്ടോ. കോളം അമ്മായിയുടെ വല്യപ്പാൻ്റെ പെങ്ങളെ വീട്ടിൽ കോളം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് എല്ലാവരും കൂടിയിട്ട് ഞായറാഴ്ച ദിവസം ഒത്തുകൂടിയിട്ട് അവിടെ ഞങ്ങളെ കുളിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ ഒരു വൈബ്. നീന്തക്കം പഠിക്കാൻ അറിയാത്ത ആൾക്കാർ നീന്തക്കം പഠിക്കുക, അതൊക്കെ രസമായിരുന്നു. എനിക്കിപ്പോഴും നീന്തക്കം അറിയില്ല കേട്ടോ. അനിയത്തിയൊക്കെ നന്നായിട്ട് നീന്തൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഞാനെപ്പോഴും ഒരു കപ്പായിട്ട് ചെല്ലും, കല്ലിൻ്റെ മേലെ കയറി നിന്നിട്ടാ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അപ്പോഴൊക്കെ കുളിക്കുക. പേടിയായിരുന്നു കേട്ടോ, വെള്ളം ശ്വാസം കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. പക്ഷെ അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ അതുകൊണ്ട് നമുക്ക് എന്താ മറ്റുള്ളവരുടെ വേദനകൾ അറിയാനും മറ്റുള്ളവരോട് ഒരു സ്നേഹബന്ധം നിലനിർത്താനുള്ള അന്ന് ഒരുമിച്ച് കളിച്ച ആൾക്കാർ, ഒരുമിച്ച് വളർന്ന ആൾക്കാർ നമ്മൾ ഈ ഒരു കാലത്ത് നമ്മൾ മറക്കൂല, മരിക്കണ വരെ നമ്മൾ മറക്കൂല. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞ സ്നേഹബന്ധത്തിനൊന്നും ഒരു വിലയില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വളർന്നു വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും 23 വയസ്സായത് 22 വയസ്സായ ആൾക്കാരൊക്കെ കൊല്ലാനും ഇതിനൊന്നും ഒരു മടിയും കാണിക്കാത്തതില്ലേ. സ്നേഹബന്ധം അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊല്ലാനും പിടിക്കാനും ഇതിനൊന്നും നിൽക്കൂലല്ലോ അല്ലേ. അപ്പോൾ അതാ ഞങ്ങളെ മാങ്ങ അരിയലും ഇതെല്ലാം കഴിഞ്ഞ് സെറ്റായി.
അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ അടുത്ത് ജ്യൂസ് അടിക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ട് അപ്പോഴാണ് അനിയത്തി പറഞ്ഞത് നല്ല മുട്ടിക്കുടിയുണ്ട് പറമ്പിൽ, നമുക്ക് അവിടെ പോയി വെക്കാമെന്ന്. അപ്പോൾ അത് കുറച്ച് മുട്ടിക്കുടിയാനൊക്കെ അവിടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞിങ്ങനെ മരത്തിൻ്റെ മേലെ വെച്ചിങ്ങനെ ഉരുട്ടിയിട്ട് തിന്നാൽ നല്ല ടേസ്റ്റാണ്, പഴുത്ത പോലെ നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ട് അത് ഉരുട്ടിയിട്ടാണ്. പക്ഷെ അത് നല്ല ടേസ്റ്റ്, നല്ല മധുരം ഉണ്ടായിരുന്നു. എനിക്ക് മുട്ടിക്കുടിയനോട് അത്ര ഒരു ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് മൂവാണ്ടമാങ്ങ കേട്ടോ എനിക്ക് പഴുത്ത ഇഷ്ടം. പക്ഷെ അവളങ്ങനെ ആ മരത്തിൻ്റെ മേലെ അങ്ങനെ വെച്ച് ഇതാക്കിയിട്ട് ആ നീരിട്ട് ചെന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. കുഞ്ഞാറ്റ ആദ്യമായിട്ടാട്ടോ മുട്ടിക്കൂടി മാങ്ങ ഇതാക്കുന്നത്. അപ്പോൾ ഓളും പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് അധികം തിന്നിട്ടുണ്ടായിരുന്നില്ല, എന്നറിയോ, കഴുകിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, നന്നായി തുടച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ആ ഒന്ന് തന്നെ ഇതാക്കിയത്. അപ്പം ഞാൻ അവിടുന്ന് 2-3 വിറക് ഉണങ്ങിയതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ പറക്കട്ടെ. അപ്പോൾ അവൾ പറയണ്ട അതൊന്നും പറക്കണ്ട, ഇവിടെ ഇഷ്ടംപോലെ വേറെ വിറകുണ്ടെന്നൊക്കെ പറയും. പക്ഷേ നല്ല ഉണങ്ങിയത് കണ്ടപ്പോൾ നമ്മൾ വീട്ടമ്മമാരല്ലേ, നമുക്ക് കൈയായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അതും പറക്കിയെടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞു കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ നല്ല വ്ളോഗൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.